സുഹൃത്തുക്കളെ, ഇന്ന് വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ്. കൊയർ കോർപ്പറേഷൻ്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ വാൾമാർട്ടിൻ്റെ ഗോഡൗണിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മളിവിടെ കണ്ടിരുന്നു, പഴയ രീതിയിൽ അധികകാലം നമുക്കൊന്നും പോകാൻ പറ്റില്ല. നേരത്തെ ഗോഡൗണുകളിൽ ഇത് സംഭരിച്ചു വയ്ക്കലായിരുന്നു, വിപണനം വളരെ കുറവായിരുന്നു. ഉള്ളതാണെങ്കിൽ ഡിമാൻഡ് കുറയുന്ന ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചത്, പുതിയ ഉൽപ്പന്നങ്ങൾ വേണം, വൈവിധ്യവൽക്കരണം ഉണ്ടാക്കണം, പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കണം, ആഭ്യന്തര മാർക്കറ്റും ശക്തിപ്പെടണം, ഒപ്പം തന്നെ അന്താരാഷ്ട്ര കമ്പോളത്തിലും നമുക്കിടമുണ്ട്. എക്സ്പോർട്ടേഴ്സുമായി ചർച്ച ചെയ്യുമ്പോൾ അവർ പറയും, കയർ കോർപ്പറേഷൻ എന്തുകൊണ്ടാണ് വേണ്ടത്ര അതിനകത്തേക്ക് വരാത്തത് എന്ന് അവരും പറയാറുണ്ട്. ഇപ്പോൾ ശ്രീ വേണുഗോപാൽ നേതൃത്വം നൽകുന്ന കോർപ്പറേഷൻ, പ്രതീഷ് ജി പണിക്കർ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലും അവർ വളരെ സുദീർഘമായ രൂപത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. അതിന് അവരെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ 1.5 കോടിയുടെയാണ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ ഗോഡൗണിൽ തന്നെ കിടക്കും, ആവശ്യക്കാർക്ക് ഓൺലൈനിൽ എത്തിക്കും. അടുത്ത നവംബറിൽ ഡിസംബറിൽ അടുത്ത കണ്ടെയ്നറും യാത്ര തിരിക്കും. അത് ഷോറൂമിലേക്ക്, ഫിസിക്കലായിട്ട് തന്നെ ഷോറൂമുകളിലേക്കാണ് വാൾമാർട്ടിൻ്റെ. അപ്പോൾ അത് കുറേ കൂടി നമുക്ക് മൂല്യം കിട്ടും, വിപണന സാധ്യത കൂടും. പിന്നെ അവരുടെ ഒരു സബ്സിഡറി ഉണ്ട്, അവരുടെ ആദ്യഘട്ട സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഒന്നുകൂടി അവർ വരും. ആ സർട്ടിഫിക്കേഷൻ കുറച്ചുകൂടി കടുപ്പുള്ളതാണ്, എന്നാലും നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ അതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ ബൾക്കായിട്ട് ഓർഡർ ലഭിക്കും. ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്വാളിറ്റി കുറഞ്ഞാൽ, ഒരിക്കൽ തള്ളപ്പെട്ടാൽ പിന്നെ അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. ആ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല. നല്ല ഉൽപ്പന്നങ്ങൾ, നമുക്ക് നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും പ്രിൻസിപ്പൽ സെക്രട്ടറിയും BMW അവർ വന്നപ്പോൾ അവരുമായിട്ട് ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഒരു സാധ്യത, കൊയർ എങ്ങനെ അവർക്ക് കാറിനകത്തൊക്കെ അതിന് അവർക്ക് പോയിന്റ് കിട്ടും, പ്രത്യേകമായൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് സാധിക്കുമോ? ഇപ്പോൾ ലോകം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈഫ് സയൻസ് പാർക്കിൽ 210 കോടിയുടെ CSIR പ്രൊജക്റ്റ് അവിടെ വരാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ പ്രസൻറ്റേഷനിൽ ഞാൻ കണ്ടൊരു ഭാഗം, കൊയറും റബ്ബറും ചേർന്നിട്ടുള്ള പുതിയ ഒരു എക്കോ ഫ്രണ്ട്ലി സംവിധാനം, വലിയ ഡിമാൻഡ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയ രീതിയിലേക്ക് തന്നെ പോകണം. പഴയതുപോലെ വെൽക്കം ചവിട്ടി വെച്ചിട്ട് അധികകാലം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുതിയ ഉൽപ്പന്നങ്ങൾ, അവർ ട്രെയിനിങ് ഇപ്പോൾ 3 ബാച്ചിൻ്റെ കഴിഞ്ഞു, ട്രെയിനിങ് 150 പേര് കഴിഞ്ഞു, അടുത്ത ബാച്ച് തുടങ്ങുകയാണ്. അവർ ട്രെയിൻ ചെയ്താൽ ബാക്കിയുള്ളവരെ കൂടി പരിശീലിപ്പിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയ നവീന ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അപ്പം അതിൽ അങ്ങോട്ടുള്ള ഫ്ലാഗ് ഓഫ് ഞാൻ നേരത്തെ നിർവഹിച്ചു. ആ നിർവഹിച്ച കാര്യം ഇപ്പോൾ ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ഒരു ഷോറൂം, ഇപ്പോൾ നമ്മൾ കെയർ ആൻഡ് ക്രാഫ്റ്റ് ഷോറൂം, അത് നേരത്തെ നാട മുറിച്ചു, ഉദ്ഘാടനം ചെയ്ത കാര്യവും പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകത, കൊയർ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, പരമ്പരാഗത മേഖലയിലെ മറ്റു ഉൽപ്പന്നങ്ങളും അവിടെ ലഭ്യമാണ്. ആലപ്പുഴ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ട സ്ഥലമാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഇത് സന്ദർശിക്കണം എന്നുള്ള ടൂറിസ്റ്റ് മാപ്പിൽ ഈ ഷോപ്പ് വരണം. അടുത്തിടെ കെയർ കോർപ്പറേഷൻ, നമ്മുടെ അല്ല, അവരുടെ മ്യൂസിയം കാണാൻ പോയിട്ട് ഒരാളുടെ അനുഭവം എനിക്ക് പങ്കുവച്ചിരുന്നു. ചെന്നപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്, ചോദിച്ചപ്പോൾ സെക്യൂരിറ്റിക്കാർ ഓടിച്ചു കളഞ്ഞു. അപ്പോൾ അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകളോടുള്ള പെരുമാറ്റം, അത് അകത്തിരിക്കുന്നവർ പ്രത്യേകം നോക്കിക്കൊള്ളണം. ഞങ്ങൾ ആദ്യം ഈ ഖാദി അതുപോലെ ഹാൻഡെക്സ് ഷോറൂമുകളിലൊക്കെ പോയി നോക്കുമ്പോൾ, വേണമെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ട് നോക്കൂ എന്ന മട്ടിലാണ് ആളുകൾ ഇരിക്കുന്നത്. വേറെ പ്രൈവറ്റ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ സാരി എടുക്കണു, കാണിക്കണു, പല രീതിയിലാണ്. ഇപ്പം നമ്മൾ അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തു. ഖാദി ഷോറൂമിലുള്ളവർ, ഹാൻഡെക്സിലുള്ളവർ പതുക്കെ മാറുകയാണ്.
അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളും ശ്രദ്ധിച്ചോളണം. കൂടുതൽ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിൽ ആളുകളുടെ പെരുമാറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സാധാരണയായി വേറൊരു ജോലിയും ചെയ്യാൻ പറ്റാത്തവരാണ് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. കുറച്ച് കഠിനമായ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾ ചെയർമാനോട് പറയും, ഓ എന്നാൽ ശരി, എന്നാൽ നിങ്ങൾ ഷോറൂമിലിരുന്നു. അങ്ങനെയല്ല, നമുക്ക് അവിടെ പറ്റുന്ന ഏറ്റവും നല്ല ആളുകൾ, അതിന് നിങ്ങൾ ശമ്പളം നിശ്ചയിക്കുമ്പോൾ ഒരു ഭാഗം ഇതിൻ്റെ ഇൻസെൻറ്റീവായിട്ട് എടുക്കണം. വിൽപ്പനയ്ക്ക് ഇത്ര, ഒരു നിശ്ചിത ശതമാനം വിൽക്കുമ്പോൾ ഇത്ര ശമ്പളം, കൂടുതൽ വിറ്റോ ഒരു ചെറിയ ഒരു പ്രചോദനം വേണമല്ലോ. വിറ്റാലും കിട്ടും, വിറ്റില്ലെങ്കിലും കിട്ടുമെന്ന് ഞാൻ ചിലപ്പോൾ ഇരുന്ന് ഉറക്കം തൂക്കും. എന്നാൽ കൂടുതൽ വിൽക്കുമ്പോൾ കൂടുതൽ തനിക്കും കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു പ്രചോദനം ഉണ്ടാവും. അത് ആ രൂപത്തിൽ ഒരു ക്രമീകരണം പറ്റുമോ എന്ന് നോക്കണം. പിന്നെ അവിടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ നല്ല സംഗീതം ബാംബുവിൻ്റെയാണ്. അത് നമ്മുടെ മൊബൈൽ കൊണ്ടുവച്ചാൽ തന്നെ ഗ്രാമഫോൺ പോലെ നല്ല ശബ്ദം കിട്ടും. ഇത് ബ്ലൂടൂത്ത് ഘടിപ്പിച്ചതാണ് ബാംബുവിൻ്റെ. അതോടൊപ്പം തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും അവിടെ ലഭ്യമാണ്. ഇനിയിപ്പോൾ നാളെ നമ്മുടെ കെ-ഷോപ്പി, നാളെയല്ലേ കെ-ഷോപ്പി, പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം, പൊതുമേഖല പരമ്പരാഗത ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ പ്രത്യേക പ്ലാറ്റ്ഫോം കെ-ഷോപ്പി നാളെ മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ വിപണനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മേഖലയ്ക്ക് കുറേ പ്രതിസന്ധി ഉണ്ട്, പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയ ഒരു സംവിധാനം ഫോക്കസ് എന്നുള്ള ഫോക്കസ് 50 ഒരു പുതിയ സംവിധാനം ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. അത് ഒരു 1000-ന് മുകളിൽ പിരിക്കുന്ന സൊസൈറ്റികൾക്ക് ആണെങ്കിൽ 4 ലക്ഷം രൂപ വെച്ച്, 50 സൊസൈറ്റികൾക്ക് 4 ലക്ഷം രൂപ അവർക്ക് പ്രത്യേകമായ ഒരു സഹായം നൽകുകയാണ്. 100-നും 1000-നും ഇടയിലാണെങ്കിൽ അവർക്ക് 2.5 ലക്ഷം രൂപ വെച്ച്. പിന്നെ 3 വർഷമായി നഷ്ടമാണ്, എന്നാൽ ഒന്ന് തള്ളിയാൽ ചിലപ്പോൾ കയറി പോരാം എന്നുള്ള സൊസൈറ്റി ആണെങ്കിൽ അവർക്കും കൊടുക്കുന്ന 2.5 ലക്ഷം കൊടുക്കുകയാണ്. അതിപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതിന് വർക്കിംഗ് ഗ്രൂപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നേതൃത്വത്തിൽ അംഗീകാരം നൽകി. ഇപ്പോൾ നമ്മൾ ഈ വർഷം അത് കൊടുക്കാൻ പോവുകയാണ്. ഓണത്തിന് മുമ്പ് തന്നെ തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് പരമാവധി കൊടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ സഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഫിനാൻസിൻ്റെ ക്ലിയറൻസ് കിട്ടിയാൽ അത് കൊടുക്കാൻ കഴിയും. ചെറുകിടക്കാർക്കും പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി സഹായം സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റധിക കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇടക്കാല റിപ്പോർട്ടിനെ ആസ്പദമാക്കിയിട്ട് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ASM കെയർ, അതിനും സൗകര്യം. നമ്മുടെ മിഷൻ കമ്പനി അത് മെയിൻ്റനൻസ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മെയിൻ്റനൻസ് ഇല്ല, പല പരാതി വരുന്നു. ഇപ്പോൾ AMC അവന് 1 കോടി രൂപയിലധികം ഇപ്പോൾ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ക്ലസ്റ്റർ സംവിധാനം ഇപ്പോൾ ചില പരീക്ഷണം വരുന്നുണ്ട്. ചിതറിക്കിടക്കാതെ ഒന്നിച്ച് നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉറപ്പുവരുത്തി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ആ ശ്രമവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷം കൂടിക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കയർ മേഖലയ്ക്കകത്ത് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവഴി തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. മേഖലയിൽ പുതിയ മാറ്റങ്ങൾക്ക് സഹായകരമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റധിക കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.